പ്രിയമുള്ളവരെ, വചനജ്വാല 1535 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 13 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിൻ്റെ ദിനം. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്കു നിന്നുള്ള ആഭിചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്ത്യരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല. അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു. മർത്യൻ അവമാനിതനാകുന്നു. മനുഷ്യൻ തന്നെ തരം താഴ്ത്തുന്നു. അവരോട് ക്ഷമിക്കരുത്. പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ, പൊടിയിൽ ഒളിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനുവിനെ കരവേലകത്തിനും ഉത്തമമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തിദുർഗങ്ങൾക്കും താർഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം. മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും. ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്നും മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും. ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിച്ചാഴിക്കും വാവലിനുമായി ഉപേക്ഷിക്കും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടിയൊളിക്കുവാൻ വേണ്ടി തന്നെ മനുഷ്യനിൽ ഇനി വിശ്വാസമർപ്പിക്കരുത്. അവനൊരു ശ്വാസം മാത്രം, അവനെന്ത് വിലയുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് കോസ്കായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. AD 1550 പോളണ്ടിലെ പ്രശസ്തനായ സെനറ്ററുടെ മകനായി സ്റ്റാനിസ്ലാവോസ് ജനിച്ചു.
അവനെ അമ്മ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ ഈശോ എന്ന തിരുനാമം പ്രകാശലിഖിതമായി കാണപ്പെട്ടു. അവനെ ഈശോ സഭയിലേക്ക് വിളിക്കുന്നതായി അമ്മയ്ക്ക് തോന്നി. 14-ാം വയസ്സിൽ സഹോദരനും സുഹൃത്തുമൊപ്പം വിയന്നയിൽ പഠിക്കാൻ പോയി. മറ്റ് രണ്ടുപേരും ഉല്ലസിക്കുമ്പോൾ സ്റ്റനിസ്ലാവോസ് മാറി നിന്നിരുന്നതുകൊണ്ട് അവനെ മാനസികമായി തളർത്തി. മരിക്കത്തക്ക അവസ്ഥയിലെത്തി. അലൂഥാൻ ഭവനത്തിൽ അന്യ കൂദാശ വരെ നിഷേധിക്കപ്പെട്ടു. ആലൂഥറൈൻ ഭവനത്തിൽ അന്ത്യകൂദാശ വരെ നിഷേധിക്കപ്പെട്ടു. വിശുദ്ധ ബർബാര അവനു വേണ്ടി കുർബാന നൽകി. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈശോ സഭയിൽ ചേരാൻ പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായി സുഖപ്പെടുത്തി. എന്നാൽ തൻ്റെ പിതാവിന് ഈശോ സഭക്കാരോടുള്ള എതിർപ്പ് മൂലം അദ്ദേഹം സമ്മതിച്ചില്ല. അതിനാൽ ഭിക്ഷുവേഷം ധരിച്ച് വീട്ടിൽ നിന്നും 720 കിലോമീറ്റർ നടന്ന് വിശുദ്ധ പീറ്റർ കനീഷിൻ്റെ അടുത്തെത്തി. അവിടെ നിന്നും 1280 കിലോമീറ്റർ കൂടി നടന്ന് റോമായിലെത്തി ഈശോ സഭയിൽ ചേർന്നു. അവൻ്റെ വിശുദ്ധിയും നൈർമല്യവും എല്ലാവരെയും പ്രിയങ്കരനാക്കി. ആരോഗ്യം മെച്ചമായിരുന്നില്ലെങ്കിലും പ്രായശ്ചിത്ത പ്രവർത്തികൾ തുടർന്നിരുന്നു. സ്വർഗാരോപണ തിരുനാളിൽ മരിക്കാനുള്ള ഭാഗ്യം വാങ്ങിത്തരണമെന്ന് തൻ്റെ സുപ്പീരിയറോട് പറഞ്ഞിരുന്നു. പിന്നീട് പനി പിടിച്ച് റക്ടറച്ചൻ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആഘോഷമായ ദിവ്യബലി ആരംഭിക്കുന്ന സമയത്ത് സ്റ്റനിസ്ലാവോസിൻ്റെ ആത്മാവ് സ്വർഗാരോപിതമായി. പ്രിയമുള്ളവരെ, വിശുദ്ധ സ്റ്റനിസ്ലാവോസിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.